വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐഎം സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളാരും ആഗ്രഹിക്കാത്ത വിധിയാണ് വന്നതെന്നും ഇനിയുള്ള വഴി അപ്പീൽ കൊടുക്കുക എന്നതാണെന്നും പ്രമുഖനായ വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച് അപ്പീൽ തുടരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിർഭാഗ്യകരമായൊരു വിധിയാണ്. നിയമയുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, തുടരണം. കേസിന് ഗവൺമെന്റ് തന്നെ അപ്പീൽ കൊടുക്കണം. ആവശ്യമായ എല്ലാ സഹായവും പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ നൽകും. പരിപാടിയിൽ കുട്ടിയുടെ മാതാപിതാക്കളും മുത്തച്ഛനും പങ്കെടുത്തു. കുടുംബത്തിന്റെ കടബാധ്യതകൾ തീർക്കുന്നതിനും വീട് പണി പൂർത്തീകരിക്കുന്നതിനുമായി 11 ലക്ഷം രൂപ കൈമാറി. സർക്കാരിലും ഇടുക്കി ജില്ലയിലെ സിപിഎമ്മിലും പൂർണ്ണ വിശ്വാസമാണുള്ളതെന്ന് കുട്ടിയുടെ പിതാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇതിനകത്ത് ഈ പാർട്ടി നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഉറച്ച വിശ്വാസമാണ്, പാർട്ടി നമ്മളെ ഒരിക്കലും ചതിക്കില്ലെന്നുള്ള വിശ്വാസമുണ്ട്. എന്തൊക്കെ അപവാദങ്ങളും ഉണ്ടാക്കിയാലും ഇടുക്കി ജില്ലയിലെ സിപിഎമ്മിനെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സർക്കാരിലും പൂർണ്ണ വിശ്വാസമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ രേഖപ്പെടുത്തുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.